Beloved in Christ, ക്രിസ്തുവിൽ പ്രിയപ്പെട്ടവരെ, today I want to speak on a powerful theme, the victorious Christian life. ഇന്ന് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ഒരു ശക്തമായ വിഷയത്തെക്കുറിച്ചാണ്, വിജയകരമായ ക്രിസ്തീയ ജീവിതം. Victory is not something God merely does. വിജയം എന്നത് ദൈവം വെറുതെ നിർദ്ദേശിക്കുന്ന ഒന്നല്ല. It is something He promised. അവൻ വാഗ്ദത്തം ചെയ്യുന്ന ഒന്നാണ്. The Christian walk is not meant to be a constant struggle of defeat, guilt or fear. ക്രിസ്തീയ ജീവിതം നിരന്തരം പരാജയവും കുറ്റബോധവും ഭയവും കൊണ്ട് നിറഞ്ഞതായിരിക്കേണ്ടതല്ല. But a journey of overcoming through the power of Jesus Christ. മറിച്ച് യേശുക്രിസ്തുവിന്റെ ശക്തിയിലൂടെയുള്ള ജീവിതയാത്ര ആയിരിക്കേണ്ടതാണ്. The Bible declares in 1 Corinthians chapter 15 verses 57. 1 കൊരിന്ത്യർ 15:57 ഇങ്ങനെ കാണുന്നു. But thanks be to God, He gave us the victories through our Lord Jesus Christ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. Here are the 6 points to lead a victorious Christian life. വിജയകരമായ ക്രിസ്തീയ ജീവിതം നയിക്കാൻ സഹായിക്കുന്ന 6 കാര്യങ്ങൾ നമുക്ക് നോക്കാം. Number 1, victorious begin with know who you are in Christ. ക്രിസ്തുവിൽ നാം ആരാണെന്ന് തിരിച്ചറിയുന്നതോടെയാണ് വിജയം ആരംഭിക്കുന്നത്. Many Christians live defeated because they do not understanding their identity. നമ്മുടെ യഥാർത്ഥ തിരിച്ചറിയൽ മനസ്സിലാക്കാത്തതിനാൽ പല ക്രിസ്ത്യാനികളും പരാജിതരായി ജീവിക്കുന്നു. The scriptures say in 2 Corinthians chapter 5 verses 17. 2 കൊരിന്ത്യർ 5:17 ഇപ്രകാരം പറയുന്നു. If anyone is in Christ, he is a new creation. ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. When Jesus died and rose again, യേശു ക്രൂശിൽ മരിക്കുകയും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തപ്പോൾ he defeated Satan's death and Satan. പാപത്തെയും മരണത്തെയും സാത്താനെയും ജയിച്ചു. When we place our faith in him, നാം അവനിൽ വിശ്വാസം വയ്ക്കുമ്പോൾ his victories become our victories. ആ വിജയം നമ്മുടെ വിജയമാകുന്നു. Number 2, victories through the power of the Holy Spirit. പരിശുദ്ധാത്മാവിന്റെ ശക്തിയിലൂടെ വിജയം. Jesus never intended to us to live the Christian life in our own strength. സ്വന്തം ശക്തിയിൽ ക്രിസ്തീയ ജീവിതം നയിക്കണമെന്ന് യേശു ഒരിക്കലും ഉദ്ദേശിച്ചിട്ടില്ല. He promised a helper, the Holy Spirit. അവൻ നമുക്കായി പരിശുദ്ധാത്മാവ് എന്ന സഹായിയെ ദാനമായി ചെയ്തു. Acts chapter 1 verses 8 say, അപ്പോസ്തലപ്രവൃത്തി 1:8 പറയുന്നു. You will receive power when the Holy Spirit come upon you. പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വന്നാൽ നിങ്ങൾ ശക്തി പ്രാപിക്കും. This power is not just for miracle. ഈ ശക്തി അത്ഭുതങ്ങൾക്ക് മാത്രമല്ല, It is for daily living. ദൈനംദിന ജീവിതത്തിനും കൂടെയാണ്. It give the power to അതിലൂടെ നമുക്ക് resist temptation, പ്രലോഭനങ്ങൾ നേരിടാനും live a holy life, വിശുദ്ധ ജീവിതം നയിക്കാനും forgive, ക്ഷമിക്കാനും overcome discouragement, നിരാശയെ അതിജീവിക്കാനും witness. കർത്താവിന്റെ സാക്ഷികളാകാനും കഴിയും. Number 3, victories through the word of God. ദൈവവചനത്തിലൂടെ വിജയം. No believer can walk victories without scripture. ദൈവവചനമില്ലാതെ ഒരു വിശ്വാസിക്കും ജയജീവിതം നയിക്കാൻ കഴിയില്ല. Jesus himself defeated Satan in the wilderness, not through argument or emotions, but through the word. It is written. മരുഭൂമിയിൽ സാത്താനെ യേശു തോൽപ്പിച്ചത് വാദങ്ങളാലോ വികാരങ്ങളാലോ അല്ല, എഴുതപ്പെട്ടിരിക്കുന്നു എന്ന ദൈവവചനത്താൽ അത്രേ. Psalms chapter 119 verses 105 say, സങ്കീർത്തനം 119:105 പ്രകാരം പറയുന്നു. Your word is a lamp to my feet and a light to my path. നിന്റെ വചനം എന്റെ കാലിന് ദീപവും എന്റെ പാതയ്ക്ക് പ്രകാശവുമാകുന്നു. A victorious Christian does not read the Bible anxiously, they feed on it daily. വിജയിക്കുന്ന ക്രിസ്ത്യാനി ഇടയ്ക്കിടെ മാത്രം വചനം വായിക്കുന്നവനല്ല. Number 4, victories through prayer and surrender. പ്രാർത്ഥനയിലൂടെയും സമർപ്പണത്തിലൂടെയുമുള്ള വിജയം. The Christian life is not won by striving but by surrender. ക്രിസ്തീയ ജീവിതത്തിന്റെ വിജയം സമർപ്പണത്തിലൂടെയുള്ളതാണ്. Victories come when we say, Lord, not my will but you be done. കർത്താവേ, എന്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം ആകട്ടെ എന്ന് പറയുമ്പോഴാണ് വിജയം നേടാൻ കഴിയുന്നത്. Philippians chapter 4 verses 6 to 7 remember us.
ഫിലിപ്പിയർ 4:6-7 പറയുന്നു, Do not be anxious about anything, and the peace of God will guard your heart. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, ദൈവിക സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിൽ കാക്കും. Victory is not the absence of problems. വിജയം എന്നത് പ്രശ്നങ്ങളില്ലാത്ത അവസ്ഥയല്ല, It is the presence of God in the midst of them. മറിച്ച് പ്രശ്നങ്ങളുടെ നടുവിൽ ദൈവസാന്നിധ്യം അനുഭവിക്കുന്നതാണ്. Number 5, victory through faith in trial. പരീക്ഷണങ്ങളിലെ വിശ്വാസത്തിലൂടെയുള്ള വിജയം. A victorious Christian life does not mean a trouble-free life. വിജയമുള്ള ക്രിസ്തീയ ജീവിതം പ്രശ്നങ്ങളില്ലാത്ത ജീവിതമല്ല. It means overcoming in troubles. പ്രശ്നങ്ങളെ ജയിക്കുന്ന ജീവിതമാണ്. James chapter 1 verses 2-3 say, യാക്കോബ് 1:2-3 പറയുന്നു, Come it all joy becomes the testing of your faith produce perseverance. നിങ്ങൾ വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു. Shadrach, Meshach and Abednego experienced victory not outside the fire but inside it. ശദ്രക്, മേശക്, അബേദ്നെഗോ വിജയം അനുഭവിച്ചത് തീച്ചുളയ്ക്ക് പുറത്തല്ല. Daniel experienced victory inside the lion den. ദാനിയേൽ സിംഹക്കുഴിക്കുള്ളിൽ ജയിച്ചു. Paul and Silas experienced victory inside the person. പൗലോസും സീലാസും വിജയം നേടിയത് ജയിലിന്റെ ഉള്ളിലായിരുന്നു. Number 6, victory over the enemy. ശത്രുവിന്മേൽ വിജയം. We do not fight for victory, we fight from victory. നാം വിജയം നേടാനായി പോരാടുന്നില്ല, വിജയിച്ചു നിന്നുകൊണ്ടാണ് നാം പോരാടുന്നത്. Jesus won at the cross. നമുക്കായി യേശു ക്രൂശിൽ ജയിച്ചു. Ephesians chapter 6 verses 11 say, എഫേസ്യർ 6:11 പറയുന്നു, Put on the full armor of God so that you can stand against the scheme of the devil. പിശാചിന്റെ തന്ത്രങ്ങളെ നേരിടാൻ ദൈവത്തിന്റെ സർവായുധ വർഗ്ഗം ധരിക്കുകയും. When you stand firm in Christ, the enemy cannot defeat you. നാം ക്രിസ്തുവിൽ ഉറച്ചു നിന്നാൽ ശത്രുവിനെ നമ്മെ തോൽപ്പിക്കാൻ കഴിയില്ല. My dear brothers and sisters, എൻ്റെ പ്രിയ സ്നേഹിതരെ, the victorious Christian life is not a destination, it is a lifestyle. വിജയമുള്ള ക്രിസ്തീയ ജീവിതം ഒരു ലക്ഷ്യസ്ഥാനമല്ല, അതൊരു ജീവിത ശൈലിയാണ്. Romans chapter 8 verses 31 say, റോമർ 8:31 പറയുന്നു, If God is for us, who can be against us? May we live not as defeated believers. ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലമാണ്. പരാജിതരായ വിശ്വാസികളായല്ല, but a victorious children of the Most High God. സർവശക്തനായ ദൈവത്തിന്റെ വിജയികളായ മക്കളായി നമുക്ക് ജീവിക്കാം. Amen. Father,